റോഡരികിലെ കാറിൽ മരിച്ച നിലയിൽ 2 പേരെ ഇവൻ കണ്ടു. പോലീസിനെ വിളിക്കാൻ പോകുമ്പോഴാണ് പിൻസീറ്റിൽ കോടിക്കണക്കിന് രൂപ അവൻ കണ്ടത്. അവൻ പണമെടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. എന്നാൽ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ പണിയാകുമെന്ന് അവന് തോന്നി. ഉടനെ അവൻ അവിടേക്ക് തിരിച്ചെത്തി. ബോഡി പിൻസീറ്റിൽ വെച്ച് കാറും എടുത്തുപോയി. അപ്പോഴേക്കും വഴിയിൽ പോലീസ് ചെക്കിംഗ്. അവൻ ഭയന്ന് വിയർക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഒരാൾ ചെക്കിങ്ങിനിടയിൽ കാറുമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ചു പോകുന്നത് കണ്ടത്. എല്ലാ പോലീസുകാരും അയാളെ പിന്തുടരാൻ തുടങ്ങി. ഈ അവസരം മുതലാക്കി അവൻ അവിടെ നിന്ന് വണ്ടിയെടുത്തു. പക്ഷേ പോലീസ് അവനെ കണ്ടു, പിന്തുടരാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് റോഡരികിലേക്ക് കാർ പാർക്ക് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്തു. പോലീസ് അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ടു പോയി. അവൻ വേഗം അവിടെ നിന്ന് പോയി കാർ തന്റെ ഗാരേജിൽ ഒളിപ്പിച്ചു. അപ്പോഴാണ് അഴുകിയ മൃതദേഹത്തിൽ നിന്ന് ഗന്ധം വരുന്നത് അവൻ ശ്രദ്ധിച്ചത്. മണം കേട്ട് നായകൾ കുരക്കാൻ തുടങ്ങി. അവൻ വേഗം ഗാരേജിന്റെ പുറത്തു കുഴി എടുത്ത് 2 മൃതദേഹങ്ങളും കുഴിച്ചിട്ടു. പെട്ടെന്ന് കാറിലെ രക്തം വൃത്തിയാക്കി. തെളിവുകൾ നശിപ്പിക്കാൻ പോകുന്ന വഴിയിൽ വീണ്ടും പോലീസ് തടഞ്ഞു. നേരത്തെ ഓടിപ്പോയ അതേ കാർ തന്നെയാണിതെന്ന് പോലീസിന് സംശയം തോന്നി.